ഹായ് ഹലോ നമസ്കാരം. രാധാസ്വാമിലി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ മഴ തോരും മുമ്പിൻ്റെ കഥയൊന്ന് പറയാം. അപ്പോൾ കഥയിൽ ഇങ്ങനെ നമ്മുടെ അലീനയെ ഡിസ്ചാർജ് ചെയ്യാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അത് അപ്പോൾ ഡോക്ടറും ശർമ്മ സാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ലേഡി ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, താൻ ശ്രദ്ധിക്കണം, മസിൽസ് ഒന്നും വലിയരുത്. അപ്പോൾ 2 ആഴ്ച എന്തായാലും ബെഡ് റെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, റെസ്റ്റ് എടുക്കണം, അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യരുത്, ശ്രദ്ധിക്കുക എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ഡോക്ടർ, താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പോൾ പറയും, പിന്നെ സാറ് ബാലചന്ദ്രൻ സാറിൻ്റെ മോളാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ. നിങ്ങളെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഞാൻ സാറിനോട് പറയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ ചിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന കുട്ടിയെന്ന് പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ നിങ്ങൾ അവളെ എന്തുമാത്രം കെയർ ചെയ്തു എന്നറിയോ? അത് പിന്നെ എന്താണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയും ഉണ്ടെന്ന് സന്തോഷം തോന്നി എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ബില്ല് പേ ചെയ്യണമല്ലോ. അങ്ങനെ ഒരു പോണ സമയത്ത് നമ്മളുടെ പിന്നെ അലീനോട് പറയുന്ന ബാലേന്ദ്രൻ, നീ എന്തെങ്കിലും ബാഗൊക്കെ എടുത്തേക്ക്, ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ, സാർ ഒന്ന് നിൽക്കുമോ എന്നറിയാം. അപ്പോൾ ബാലേന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചോദിക്കുകയാണേ. അപ്പോൾ പറയും, അപ്പോൾ അലീന പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്, ബാഗിൽ നിന്ന്. അപ്പോൾ ഇത് ഇവിടുന്ന് പൈസ വയ്ക്കുമ്പോൾ, ഇത് ഇന്നലെ രേവതി കുട്ടി വന്നപ്പോൾ തന്നതാണ്, ഇത് ഒരുപാട് പൈസ ഉണ്ടല്ലോ എന്നറിയാം. പറഞ്ഞു, മാമച്ചനങ്ങളും ഗ്രേസമാൻ്റെയും തന്നതാണ് പൈസ എന്നറിയും. അപ്പോൾ ഇങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കും കേട്ടോ, പാവം. അപ്പോൾ പറയും, ഇത് കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇത് ബില്ലൊക്കെ ഞാൻ പേ ചെയ്തോളാം, ഇത് ആവശ്യം വരും, അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് തിരിച്ച് അലീനയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പോകുന്നുണ്ട്, ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും രോഹിത്ത് ഹരിനെ കാത്ത് നിൽക്കുകയാണ്. ഹരി വന്നിട്ട്, കാരണം വിവരങ്ങളൊന്നും അറിയണ്ടല്ലോ, ഹരി ഏതാണ്ട് ഇവനൊരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട് സംഭവം, പക്ഷേ ഇവനത് വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഹരി വരുമ്പോൾ ഹരിയുടെ മുഖത്ത് അടിച്ച പാടും ഒക്കെ കാണുകയാണ്. അപ്പോൾ പറയും, എന്താടാ നിന്നെ ഇങ്ങനെയൊക്കെ അടിച്ചോ നോക്കുമ്പോൾ പറയും, അതേടാ ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ, മനുവേട്ടനോട് അവളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അറിയും. അവളെന്തിനാ മനുവേട്ടനോട് പറഞ്ഞു വയ്ക്കുമ്പോൾ, നമ്മൾ പോലീസിനോട് പറഞ്ഞില്ലല്ലോ, മനുവേട്ടനോടാ പറഞ്ഞത്. മനുവേട്ടൻ എന്നെ ഇഞ്ച പരിവാക്കി, കണ്ടോ എൻ്റെ ഒരു കോലം കണ്ടോ, നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ, ഞാൻ എന്നെ തല്ലിയ കാര്യം എന്ന് പറഞ്ഞപ്പോൾ നിനക്കിപ്പോൾ മനസ്സിലായോ ചോദിക്കുക. അപ്പോൾ പറയും, എടാ ഇത് ഞാൻ അറിഞ്ഞില്ലടാ. പറയും, ഇനി എന്താ ചെയ്യാന്ന്. കമലാൻ്റി അറിഞ്ഞു വയ്ക്കുമ്പോൾ അമ്മയൊക്കെ അറിഞ്ഞു, അമ്മയുടെ മുന്നിലിട്ടിട്ടാണ് മനുവേട്ടൻ എന്നെ തല്ലിയത്, പിന്നെ കുറേ തല്ലൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നമ്മൾ ചോദിക്കുമ്പോൾ, എന്ത് ചെയ്യാനാ, അവൾ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നറിയാം, അവൾ ഇങ്ങനെ വരട്ടെ, അവൾക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ് രോഹിത്ത്. അപ്പോൾ പറയും, ഇനിയിപ്പോൾ അവിടെ എന്തായാലും അറിഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ അറിയും, അത് ഉറപ്പാണ്, അത് അറിയും എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പിന്നെയും കൂട്ടപ്പെട്ട പോലെ അറിയും, ഒരു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതാണ്, അപ്പോൾ പിന്നെയും പ്രശ്നമാവുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എന്താണ്, ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ബാലചന്ദ്രനും അലീനയും കൂടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അലീനേനെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡ്രൈവ് ചെയ്യണുള്ളൂ. എന്നിട്ട് അങ്ങനെ വീട്ടിൽ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, നീ സൂക്ഷിക്കണം മോളെ, പിന്നെ എന്താണ് 2 ആഴ്ച റെസ്റ്റ് എടുക്കണം എന്ന് പറയും. ഇപ്പോൾ എനിക്ക് തോന്നിയില്ല വൈജ മാഡം സമ്മതിക്കുന്നുള്ളത്, അവളവിടെ പലതും പറയും, അതൊന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട, നീ ശ്രദ്ധിക്കുക നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാഗ് എടുക്കുമ്പോൾ, നിന്നോട് പറഞ്ഞിട്ടല്ലേ കനുള്ളതൊന്നും എടുക്കണില്ല ഉണ്ടാകുന്ന, ഞാൻ ഇങ്ങോട്ട് ഞാൻ പിടിക്കാമെന്ന് പറയും. അല്ല അത് കുഴപ്പമില്ല പറയുമ്പോൾ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ ആ ബാഗ് പിടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് ക്ലാസ്സില്ല, പെൺപിള്ളേർ 2 പേരും വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ബെല്ലടിക്കുന്ന സമയത്ത് ബബിത വിളിച്ചിട്ട്, അമ്മയെ ബെല്ലടിക്കണു എന്നറിയും. ഞാൻ കേട്ടു, എനിക്ക് ചെവി പൊട്ടിയിട്ടൊന്നുമില്ല, ഞാൻ കേട്ടു എന്നറിയാം. അപ്പോൾ പറയും, എന്നാൽ നിനക്ക് എന്താ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ വീട്ടിലേക്ക് അങ്ങനെ പറയണം. അവളെന്തിനത് മനുവേട്ടനോട് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണം. അപ്പോഴും അലീനേനെ കുറ്റം രണ്ടാളും കൂടി ഇരുന്നിട്ട്, അവള് നമ്മൾ വിചാരിക്കുന്ന പോലെ മനുവേട്ടനും അവളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ വേറൊരു വേലക്കാരിക്ക് വേണ്ടി മനുവേട്ടൻ എന്തെങ്കിലും തല്ലി ചതക്കിയോ എന്ന് ചോദിക്കുകയാണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അപ്പോൾ അതേ അതിനെന്താ, അവളൊരു ഓട്ടോയിൽ കയറ്റി ഇങ്ങനെ വിട്ടാൽ പോരെ നോക്കും, നിന്റെ മക്കളാണെങ്കിൽ എല്ലാം പറഞ്ഞു, അത് എൻ്റെ മോളല്ലല്ലോ കയറ്റി വിടാന്ന് പറയണം. ഞാൻ നിന്നോട് പറയും, എനിക്കതിന് മനസ്സില്ല, അപ്പോൾ കാറിൽ വന്ന് എന്താ സംഭവിക്കാൻ പോണത് നിന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ വേഗം ചെല്ലുന്നുണ്ടോ വീട്ടിൻ്റെ ഉള്ളിൽ ബാഗ് അങ്ങോട്ടും വരണ്ട, ഞാൻ എന്താ വീട്ടിലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. വീട്ടിലെന്തായാലും അറിയുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴും ആശുപത്രിവാസം കഴിഞ്ഞ് വന്നതല്ലേ, നീ വേഗം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വൈജ ചാടിക്കളിച്ച് പോയിട്ടുണ്ടാവും. ബാലചന്ദ്രനും പറയുന്നതല്ല, അമ്മ പറയുന്നത് പറഞ്ഞതാണ് കൂടെ പിന്നെ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ
അപ്പോൾ പറയും ഡോക്ടറിന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ 2 ആഴ്ച റെസ്റ്റ് എടുക്കണം. കൃഷ്ണമോള് റെസ്റ്റ് എടുത്തിട്ട് മതി, ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അലീന ചിലപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും എൻ്റെ മോളെ നീ വന്നല്ലോ, നിനക്ക് എന്നാൽ ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ എന്നൊക്കെ പറയും. എനിക്ക് അങ്ങ് വലിയ വിഷമായിരുന്നു നിൻ്റെ വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട്. ബാലചന്ദ്രൻ ഇടയ്ക്ക് വരും, കൃഷ്ണമോളും വന്ന് വിവരങ്ങളൊക്കെ പറയും, എന്നാലും ഒരു വിഷമായിരുന്നു നീ വരാഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും ഞാൻ വന്നില്ലേ എന്നറിയും. ഇപ്പം എങ്ങനെയുണ്ട് മോളെ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കണം, അതിനിപ്പോൾ സമ്മതിക്കുന്നു തോന്നില്ല എന്നറിയും. അപ്പോൾ കൃഷ്ണമോൾ പറയും കാണാം, ഇപ്പോൾ അടുക്കളയിൽ ഇഷ്ടം പോലെ പണിയുണ്ട്, അത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വിളിക്കും, കണ്ടോളൂ എന്നറിയും. അത് അവളവിടെ പലതും പറയും, നീ ചെയ്യൊന്നും വേണ്ട മോളെ, നീ റെസ്റ്റ് എടുക്കുക, നീ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, നീ എൻ്റെ അടുത്തിരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയും. മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരുമില്ലാതെ പിന്നെ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് അറിയുമെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നത് ഞാൻ അങ്ങോട്ട് ചെല്ലിയേ പഠിക്കുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണമോൾ പോകാൻ കേട്ടോ. അപ്പോൾ പറയും പറ മോളെ എന്താ നിനക്ക് പറ്റിയത് വയ്ക്കുമ്പോൾ ഒന്നും പറയണ്ട അമ്മേ എന്നൊക്കെ മുത്തശ്ശി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, നിങ്ങൾ സംസാരിക്കുക, അവരുടെ ഒരു സ്നേഹം കാണണം. ഭയങ്കര സ്നേഹം രണ്ടുപേരും കേട്ടോ, മുത്തശ്ശി മോളും കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മളുടെ മറ്റേ അലീന, അവരുടെ ഒരു സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണുന്ന അലീന കൃഷ്ണമോളുടെ അടുത്ത് പോയിരുന്ന് കൃഷ്ണമോൾക്ക് എന്തോ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വൈജ അകത്തുനിന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അലീന. പിന്നെയും വിളിക്കുകയാണ് വൈജ. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, നീ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, നീ ഇങ്ങോട്ട് വാ, നീ എന്താ അവിടെ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വൈജ അങ്ങോട്ട് വരും. അപ്പോൾ പറയുക എന്താ വേണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ നീ എന്താ അവിടെ പോയി വലിയ കെട്ടിലമ്മയിരിക്കുന്നത്, അടുക്കളയിൽ ധാരാളം പണി നടക്കുന്നുണ്ട്, നീ പോയി പണിയൊക്കെ ചെയ്യുക, പിന്നെ നീയാണോ പിന്നെ ഞാനാണോ നിനക്ക് ഇവിടെ വെച്ച് വിളമ്പി തരുന്നത് എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പറയും അവൾക്ക് രണ്ടാഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വൈജ, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അത് ജസ്റ്റ് രക്ഷപ്പെട്ട് പോകുന്നതാണ്, അത് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയും. നിനക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ ഇവിടെ, നീ ചെയ്യുക എന്നറിയും. അപ്പോൾ ഭക്ഷണമൊക്കെ പിന്നെ ഞാനാണോ അവൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അറിയും. അതിനെന്താ കൊടുത്താൽ, നീ നിൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, അതുപോലെ അവൾക്കും കൊടുത്താൽ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും അത് എൻ്റെ മക്കൾക്ക് ഞാൻ പലതും കൊടുക്കും, അതുപോലെയാണ് അപ്പോൾ ഇവൾ കണ്ട വേലക്കാരികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണോ എൻ്റെ ജോലി എന്ന് ചോദിക്കും. അപ്പോൾ പറയും എനിക്കും തന്നൂടെ, എന്നെ മോളായി കണ്ടൂടെ എന്ന് പാവം അലീന ചോദിക്കുന്നുണ്ട് വൈജോട്. അപ്പോൾ പറയും നിന്നെയോ ഞാനോ മോളായി കാണാൻ നടക്കുന്ന കാര്യം വല്ലതും പറയും, പിന്നെ കണ്ടവർത്ത കടന്ന വേലക്കാരികളെയല്ലേ ഇപ്പോൾ ഞാൻ എൻ്റെ മോളായി സങ്കല്പിക്കുന്നത്, അതിനൊക്കെ ഒരു യോഗ്യത വേണം, അതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിയാൻ നിൽക്കും. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കും, നിൻ്റെ ഒരു സ്വഭാവം, നിൻ്റെ ഈ സ്വഭാവം നീ മാറ്റിയാൽ തന്നെ നീ നേരാവുള്ളൂ എന്നങ്ങനെ പറയുന്നത്. ബാലേന്ദ്രന് ദേഷ്യം വരികയാണ്, കാരണം വൈജയുടെ സ്വഭാവം അയാൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ. അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ ബാലേന്ദ്രനോട് അലീന പറഞ്ഞു അതൊന്നും സാരില്ല സാർ, അവിടെ പറഞ്ഞോട്ടെ, എനിക്കതിൽ സങ്കടമൊന്നുമില്ല, സന്തോഷമുള്ളൂ, ഇങ്ങനെ ചീത്ത പറയാനൊരു ആളുണ്ടല്ലോ അതുകൊണ്ട് സന്തോഷമുള്ളൂ, എനിക്കത് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ഞങ്ങളെ മുറ്റത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ റിങ്കു അലീനയെ കാണുന്നുണ്ട് കേട്ടോ. റിങ്കു എന്ന് പറയുമ്പോഴേക്കും അവൻ ഓടി വരും, അവൻ വരുന്നു, അവളെ അവളോട് ഇങ്ങനെ മുട്ടിയൊരുമി നിൽക്കണു, അവളവിടെ ഇരുന്ന് അവനെ കെട്ടിപ്പിടിക്കണു, ഉമ്മ വയ്ക്കണു, നീയല്ലേടാ എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ എന്തൊക്കെയാ ചെയ്യണം, അതിൻ്റെ സ്നേഹം കാണണം, നിനക്ക് എങ്ങനെ മനസ്സിലായടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹപ്രകടനമാണ് അലീനയെ കണ്ടിട്ട് ആ പട്ടിക്ക് കേട്ടോ. അതിൻ്റെ ഒരു സ്നേഹം, ഒരു പട്ടിയെന്നൊന്നും പറയാൻ പാടില്ല, അത്രയ്ക്ക് ഓമനത്തുള്ളൊരു കുഞ്ഞ്. അങ്ങനെ അതിനെ ഓമനിക്കുന്നതൊക്കെയാണ്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മോളിന്ന് കാരണം അലീനയുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അത് ഇവൻ്റെ റൂമിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കിയിട്ടുണ്ട്. മറ്റേ എന്താണ് റോഹിത്തിൻ്റെ റൂമിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി കയറി നോക്കി തിരിച്ചിറങ്ങുമ്പോൾ റോഹിത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. റോഹിത്തിനെ കാണുമ്പോൾ അവളിങ്ങനെ നോക്കും, എന്താടി നോക്കുന്നു, വഴി മാറടി എന്ന് പറയും. നീ എൻ്റെ ഫോൺ എവിടെ കൊണ്ടുവച്ചെന്ന് വയ്ക്കും. അപ്പോൾ എനിക്കറിയാം നിൻ്റെ ഫോൺ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു, പറയടാ നീ എവിടെ എൻ്റെ ഫോൺ കൊണ്ടുവച്ചെന്ന് വയ്ക്കും. കാരണം അതുവരെയും പേടിക്കാൻ ഇതായി നിന്ന അലീനയുടെ ഭാവയെ മാറണേ റോഹിത്തിനെ കാണുമ്പോൾ. പറയും നീ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തന്നു, നീ അത് അവിടെ കൊണ്ട് കളഞ്ഞറിയാം, അന്വേഷിച്ച് നോക്ക്, നിൻ്റെ ഫോൺ എന്നോടാണ് അന്വേഷിക്കുന്നത്, നിന്നെ കാണാൻ എനിക്ക് ദേഷ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പിന്നെ അവനതിനെ പറയണ്ടത്, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ പറയേണ്ടത്. ഞാനും നിന്നെ വിടുന്നില്ല, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, നീ ചെവി നൊളിക്കാന്നിട്ട് നമ്മൾ അലീനയും റോഹിത്തിനായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ റോഹിത്ത് അലീനെ അങ്ങനെ തട്ടി മറ്റും മാറടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തിന് കയ്യും വാലും വെച്ച സാധനങ്ങൾ. രണ്ട് മക്കൾ വൈജയുടെ അതേ സ്വഭാവം തന്നെയാണ്.
എന്നിട്ട് പോവുകയാണ്. അതിൽ അലീനയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ദേഷ്യം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് ഫോൺ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, മുത്തശ്ശി എനിക്ക് ആ ഫോണൊന്ന് തരാമോ, ഒന്ന് വിളിക്കാൻ, രേവതിക്കുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഡിസ്ചാർജായി വന്ന വിവരം ഒന്ന് പറയണം, അത് അതിന് വേണ്ടിയിട്ടാണ് പറയും. അപ്പോൾ പറയും, അതിനെന്തിനാ കുഞ്ഞെ നീ എടുത്ത ഫോൺ, എനിക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല, എന്നെ ആര് വിളിക്കാനാ, എനിക്ക് ആകെ വിളിക്കാൻ മാനിക്കുട്ടനെയാണ്, അവനെ വിളിക്കാം, നീ വിളിച്ച് തന്നാൽ മതി, നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ ആ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ഫോൺ. പക്ഷേ നമ്മളെ ബാലചന്ദ്രൻ അതിലെന്തോ ഒരു തരികിട ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം, അത് അറിയില്ല. അങ്ങനെ ആ ഫോൺ നമ്മളെ രേവതിക്കുട്ടിക്ക് വിളിക്കുകയാണ്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കുക. അപ്പോൾ ചേച്ചി ഇപ്പോൾ എവിടെ ഇരിക്കുമ്പോൾ, ഞാൻ വീട്ടിലെത്തി മോളെ, ഡിസ്ചാർജായി വന്നു, പിന്നെ അങ്ങോട്ട് തന്നെയാണോ പോയത്, അല്ലാതെ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്തായി ചേച്ചി, അവനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കണ്ടു, അവനിപ്പോഴും എന്നോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് നിൽക്കുന്നത്, അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല പറയും. അപ്പോൾ പറയും, ചേച്ചി ഒരു കാര്യം ചെയ്യുക, ബാലചന്ദ്രൻ സാറോട് പറയാം, വൈജമേടത്തോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർ എങ്ങനെയാണ് മക്കളെ വളർത്തിയിരിക്കുന്നത്, സ്വന്തം അമ്മയല്ലേ ചേച്ചിയുടെ, പക്ഷെ അതൊന്നും നോക്കണ്ട, ചേച്ചി നാട്ടിലേക്ക് ഇങ്ങോട്ട് പോരെ, വേറെ എവിടെയെങ്കിലും നോക്കാം നമുക്ക് ജോലി, അവിടെ നിൽക്കണ്ട ഇനിയെന്ന് പറയും. അപ്പോൾ പറയും, ഇല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും, അവനെ എനിക്കൊന്ന് ശരിക്കൊന്ന് കാണണം, ഞാൻ അവനങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുമില്ല അറിയാം. അപ്പോൾ അവർ ഈ കാര്യങ്ങളാണ് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്. അവർ നമ്മളെ രേവതിക്കുട്ടിയും പിന്നെ അലീനയും കൂടെ. അപ്പോൾ പറയുന്നുണ്ട്, അവനെ ഞാൻ ഒരു ഇത് കൊടുത്ത് നോക്കിയത്, പക്ഷേ അവൻ ഇപ്പോഴും പഴയ മാതിരി, അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. മറ്റം വന്നു, ഹരി വന്നു നോക്കുമ്പോൾ ഇല്ല, അവനിങ്ങോട്ട് വന്നിട്ടേ ഇല്ല എന്ന് പറയും. ഓ അത് ശരി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചി അവിടെ നിൽക്കണ്ട, എനിക്ക് നല്ല പേടിയുണ്ട്, ജസ്റ്റ് രക്ഷപ്പെട്ടിട്ടുള്ളൂ ചേച്ചി അവിടെ നിന്നിട്ട്, ഇനി അവിടെ തന്നെ പോയി നിൽക്കേണ്ടത് ശരിയല്ല എന്നൊക്കെ അങ്ങനെ പറയല്ലേ, മോളെ നിൽക്ക്, എനിക്ക് അവനൊന്ന് നേരാക്കാനുണ്ട്, അവനെ ഞാൻ നേരാക്കി എടുക്കും, പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്നിങ്ങനെ പറയണം. എന്നാലും ചേച്ചി ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കാതിരിക്കരുതേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക്. ഇല്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ മഴ തോരും മുൻപേ കാണുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.